ഇന്ന് തുടങ്ങുന്ന നമുക്ക് ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് ആണ്. അതായത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് DC ഡ്രൈവ്സ് ആണ്. അപ്പം DC ഡ്രൈവ്സ് സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യമുള്ള ഇലക്ട്രിക്കൽ ബ്രേക്കിങ്സിൻ്റെ മെത്തേഡാണ് നോക്കാനുള്ളത്. അതിന് വേരിയസ് ടെക്നിക് യൂസ് ടു സ്റ്റോപ്പ് DC മോട്ടർ ഉണ്ട്. പല പല ടെക്നിക്സ് നമ്മൾ DC മോട്ടറിനെ സ്റ്റോപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണ ഒരു കണ്ടീഷൻ നമ്മൾ എന്താ പറയുക, ഒരു ഇലക്ട്രിക്കൽ ഡ്രൈവ് സപ്ലൈന് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് മോട്ടറിൻ്റെ സ്പീഡ് ഗ്രാജുവലി ഡിക്രീസ് ചെയ്ത് 0ലേക്ക് എത്തും. അങ്ങനെ ഇതിന് നമ്മൾ തരുന്നത് നാച്ചുറൽ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അല്ലാത്തൊരു കണ്ടീഷൻ നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ രണ്ട് മെത്തേഡാണ്. മോട്ടറൊക്കെ ആണെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് എന്ന് പറയും, വണ്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ മെക്കാനിക്കൽ ബ്രേക്കിംഗ് എന്ന് പറയും. അപ്പോൾ രണ്ട് ടൈപ്പാണ് ഉള്ളത്, ഇലക്ട്രിക്കൽ ബ്രേക്കിങ്ങും മെക്കാനിക്കൽ ബ്രേക്കിങ്ങും. ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇപ്പം എന്താ, ഒരു സപ്ലൈ ഇലക്ട്രിക്കൽ ഡ്രൈവിന് സാധാരണ ഡിസ്കണക്ട് ചെയ്ത് ഡ്രൈവ് ഡിസ്കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ അതിൻ്റെ മോട്ടറിൻ്റെ സ്പീഡ് മെല്ലെ കുറഞ്ഞു വരും, അത് 0ലേക്ക് എത്തും. അങ്ങനെയുള്ള നമ്മൾ സാധാരണ നാച്ചുറൽ ബ്രേക്കിംഗ് തരും. അല്ലാത്ത നമ്മൾ സഡനായിട്ടുള്ളൊരു സ്റ്റോപ്പ് നമ്മൾ മെക്കാനിക്കൽ ഓട്ടോമാറ്റിക് ഓട്ടോമൊബൈൽസൊക്കെയാണ് നമ്മൾ മെക്കാനിക്കൽ ബ്രേക്കിങ്ങും. ഇപ്പോൾ നമ്മൾ DC മോട്ടർ നമ്മൾ ഒക്കെയാണെങ്കിൽ നമ്മൾ അതിന് ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് എന്നാണ് പറയുക. ജസ്റ്റ് ഇലക്ട്രിക്കൽ ബ്രേക്കിങ്ങും മെക്കാനിക്കൽ ബ്രേക്കിങ്ങും എന്താ നോക്കാം. നമുക്കറിയാം എന്താ ടേം ബ്രേക്കിംഗ് നമ്മൾ പറയുന്നത്, ബ്രേക്ക് എന്ന് പറഞ്ഞ ടേമിലാണ് നമുക്ക് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ ടേം വന്നത്. ബ്രേക്ക് എന്ന് പറഞ്ഞ എക്യുപ്മെൻറ്റിൽ എന്താ, ടു റെഡ്യൂസ് സ്പീഡ് ഓഫ് എനി മൂവിങ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് എക്യുപ്മെൻറ്റിൻ്റെ സ്പീഡോ അല്ലെങ്കിൽ ഒരു മൂവിങ് എക്യുപ്മെൻറ്റിൻ്റെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്. അതായത് ബ്രേക്കിംഗ് എക്യുപ്മെൻറ്റ് യൂസ് ടു റെഡ്യൂസ് എന്താണ് സ്പീഡ് ഓഫ് എനി മൂവിങ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് എക്യുപ്മെൻറ്റ്. അത് മൂവിങ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ആയ എക്യുപ്മെൻറ്റിൻ്റെ സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രേക്കിംഗ് അപ്ലൈ ചെയ്യുന്നത്. അതിൽ നാച്ചുറൽ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ സാധാ നമ്മൾ സപ്ലൈ കട്ടായി അല്ലെങ്കിൽ നേരെ 0ലേക്ക് വരുന്നൊരു ഇതിനാണ് നാച്ചുറൽ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ വരുന്നതാണ് നമ്മളെന്ത് മെക്കാനിക്കലും ഇലക്ട്രിക്കൽ ബ്രേക്കിങ്ങും വരുന്നത്. അതിൽ മെക്കാനിക്കൽ ബ്രേക്കിംഗ് ആണ് സ്പീഡ് ഓഫ് ദ മെഷീൻ ഈസ് റെഡ്യൂസ് സ്ലോലി ബൈ ദ മെക്കാനിക്കൽ പ്രോസസ് കൊണ്ട് മെഷീൻ്റെ സ്പീഡ് നമ്മൾ സ്ലോലി റെഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുക മെക്കാനിക്കൽ ബ്രേക്കിംഗ്. അതേപോലെ ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് ആണെന്താ, ദ വോൾ പ്രോസസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഫ്ലക്സും അതിനോലെ ടോർക്കിൻ്റെ ഡയറക്ഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് പറയുക. അതായത് മൊത്തം പ്രോസസ്സ് എന്തായിരിക്കും, നമ്മൾ ടോർക്കും ഫ്ലക്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഇപ്പം നമുക്ക് അധികം വേണ്ട നമ്മളെന്താ ഡിസ്കസ് ചെയ്യുന്നത് DC ഡ്രൈവാണ്. അത് നമ്മൾ ഇലക്ട്രിക്കലായിട്ട് ബന്ധപ്പെട്ട, അപ്പോൾ നമുക്ക് ആവശ്യം ഇലക്ട്രിക്കൽ ബ്രേക്കിങ്ങിനെ പറ്റിയിട്ടാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഓരോ മെത്തേഡ്സ് നമുക്ക് ജസ്റ്റ് നോക്കാം. മെയിനായിട്ട് നമുക്കറിയാം എന്താ, മോട്ടോർ സ്റ്റോപ്പ് ചെയ്യുന്ന ഒന്നെങ്കിൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ആക്ഷൻ, സർക്യൂട്ടിലുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ആക്ഷനെ കൊണ്ടാണ് നമ്മൾ മോട്ടർ എന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ റേറ്ററിൻ്റെ മെക്കാനിക്കൽ ഫ്രിക്ഷൻ ബ്രേക്കിംഗ്, റോട്ടറിൻ്റെ മെക്കാനിക്കൽ ഫ്രിക്ഷൻ ബ്രേക്കിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് സർക്യൂട്ടിലുള്ള വോൾട്ടേജും കറണ്ടും ഡിപ്പെൻഡ് ചെയ്തുള്ളതാണ് മോട്ടർ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് ആണ്. അപ്പം DC മോട്ടറിൽ 3 ടൈപ്പ് ബ്രേക്കിംഗ് ആണ് വരുന്നത്. ഫസ്റ്റ് വരുന്നതാണ് എന്ത്, നമ്മളെ റിയോസ്റ്റാറ്റിക് അല്ലെങ്കിൽ ഡൈനാമിക് ബ്രേക്കിംഗ് ആണ് വരുന്നത്. രണ്ടാമത് വരുന്നത് പ്ലഗിങ്, മൂന്നാമത് വരുന്നത് റീജനറേറ്റീവ് ബ്രേക്കിംഗ്. അങ്ങനെ 3 ടൈപ്പ് ബ്രേക്കിംഗ് ആണുള്ളത്. ബോത്ത് ഫോർ ഷണ്ട് സീരീസ് വരുന്ന ബ്രേക്കിംഗ് മെത്തേഡാണിത്. നമ്മൾ ഷണ്ടിനും സീരീസിനും വരുന്ന 3 ടൈപ്പ് ബ്രേക്കിംഗ് മെത്തേഡാണ്. ഒന്ന് റിയോസ്റ്റാറ്റിക് അല്ലെങ്കിൽ ഡൈനാമിക് ബ്രേക്കിംഗ് എന്ന് പറയും, രണ്ടാമത്തെ പ്ലഗിംഗ് എന്ന് പറയും, മൂന്നാമത്തെ നമ്മൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയും. അങ്ങനെ 3 ടൈപ്പ് ബ്രേക്കിംഗ് ആണ് നമുക്ക് ഉള്ളത്. ഇത് എന്താ, നമ്മൾ സീരീസിനും ഷണ്ടിനാണ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ പ്ലഗിങ് പറഞ്ഞാൽ ജസ്റ്റ് നോക്കാം. പ്ലഗിങ് പറഞ്ഞാൽ എന്താ, പ്ലഗിങ് ഇൻവോൾവ്സ് എന്താണ്, റീകണക്റ്റിംഗ് ദ പവർ സപ്ലൈ ടു ദ മോട്ടർ. അതായത് പ്ലഗിങ് എന്ന് പറയുന്നത് മോട്ടറിലേക്കുള്ള സപ്ലൈ നമ്മൾ എന്ത് ചെയ്യുക, റീകണക്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, മോട്ടർ എന്ത് ചെയ്യും, അതിൻ്റെ ഡ്രൈവ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ഇതാണ് നമ്മൾ പ്ലഗിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലഗിങ് ആണ് എന്താ, ഇൻവോൾവ്സ് റീകണക്റ്റിംഗ് ദ പവർ സപ്ലൈ ടു ദ മോട്ടർ. അപ്പോൾ മോട്ടറിലേക്ക് വരുന്ന പവർ സപ്ലൈ നമ്മൾ എന്ത് ചെയ്യുക, റീകണക്ട് ചെയ്യുക, മാറ്റി മാറ്റി കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, സോ ദാറ്റ് മോട്ടർ ടെൻസ് ടു ഡ്രൈവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ റൊട്ടേറ്റ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതാണ് പ്ലഗിങ് എന്ന് പറയുന്നത്. പിന്നെ അത് മോസ്റ്റ് ഇൻഎഫിഷ്യൻറ്റ് ടെക്നിക്കാണ് ഇലക്ട്രിക്കൽ ബ്രേക്കിങ്ങിലൊരു ഇൻഎഫിഷ്യൻറ്റ് ടെക്നിക്കാണ് നമ്മളെന്ത് പ്ലഗിങ് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് ബ്രേക്കിംഗ് ഈസ് കോൺസിക്വൻസ് നമ്മൾ അത്യാവശ്യം അപ്ലൈ ചെയ്യില്ല. പ്ലഗിങ് ഒരു പ്ലഗിങ് പറയുന്നത് ഇൻഎഫിഷ്യൻറ്റ് ടെക്നിക്കാണ്, ഒരു ഇലക്ട്രിക്കൽ ബ്രേക്കിങ്ങിലുള്ള ടെക്നിക്കാണ്. ഈ ടൈപ്പ് ബ്രേക്കിംഗ് എന്ത് ചെയ്യും, ക്ലോൺസ്റ്റിക്കലി അപ്ലൈ നമ്മളധികം യൂസ് ചെയ്യില്ല. അപ്പോൾ മോട്ടർ വിൽ ഇതേ പ്ലഗിങ് അപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യും, മോട്ടർ റെസ്റ്റിലേക്ക് വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ആക്സിലറേറ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് പ്ലഗിങ്ങിൽ ഒരു ഇൻഎഫിഷ്യൻറ്റ് മെത്തേഡാണെന്ന് പറയാൻ കാരണം. പിന്നെ വരുന്നതാണ് നമ്മൾ ഡൈനാമിക് അല്ലെങ്കിൽ റിയോസ്റ്റാറ്റിക് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്.
ഡൈനാമിക് അല്ലെങ്കിൽ റിയോസ്റ്റാറ്റിക് ബ്രേക്കിംഗ് എന്താണ്? ഇതാണ് ഒരു മോസ്റ്റ് ആയിട്ട് നമ്മളെ ഇലക്ട്രിക്കൽ അതായത് ഡി സി മോട്ടറിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്? ഡൈനാമിക് അല്ലെങ്കിൽ റിയോസ്റ്റാറ്റിക് ബ്രേക്കിംഗ് ആണ്. ഈ മെത്തേഡാണ് നമ്മൾ ഇലക്ട്രിക്കൽ ബ്രേക്കിങ്ങിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡ്. ഇത് പറയുന്നത് കറണ്ട് ഇൻ ദ വൈൻഡിങ് ഈസ് ചേഞ്ച്ഡ്. കറണ്ട് വൈൻഡിങ്ങിലുള്ള കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ മോട്ടറിലുള്ള സ്പീഡ് ഇൻക്രീസ് ചെയ്തും ഡിക്രീസ് ചെയ്യുന്നത്. അപ്പം മോട്ടറിലുള്ള വൈൻഡിങ്ങിലുള്ള കറണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ എന്ത് ചെയ്യുക? റിയോസ്റ്റാറ്റിക് ബ്രേക്കിങ്ങിൽ യൂസ് ചെയ്യുക. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഐസൊലേഷനും യൂസ് ചെയ്യുക. അത് സ്പീഡ് കൂട്ടാൻ വേണ്ടി ഈ മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് രണ്ടാമത്തെ മെത്തേഡാണ് ഡൈനാമിക് അല്ലെങ്കിൽ റിയോസ്റ്റാറ്റിക് ബ്രേക്കിംഗ്. ഈ ടൈപ്പ് മെത്തേഡ് എന്താണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊരു ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് ആണ്. ഇതെന്ത് ചെയ്യും? കറണ്ട് എന്താ വൈൻഡിങ് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും? കറണ്ട് വൈൻഡിങ്ങിലുള്ള കറണ്ടിനെ ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും? മോട്ടറിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യും. എന്ത് ചെയ്യും? ഇവിടെ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ അത് കറണ്ടിലെ പ്രിൻസിപ്പിളാണ്. കറണ്ടിലെ സ്പീഡ് അല്ല വൈൻഡിങ്ങിലുള്ള കറണ്ട് മാറ്റി കൊടുത്തുള്ള മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ മെത്തേഡാണ് ബ്രേക്കിങ്ങിൻ്റെ മൂന്നാമത്തെ മെത്തേഡാണ് നമ്മളെ റീജനറേറ്റീവ് ബ്രേക്കിംഗ്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോട്ടറിനെ നമ്മൾ ജനറേറ്ററായിട്ട് ഓപ്പറേറ്റ് ചെയ്യിക്കണം. അതായത് റീജനറേറ്റീവ് ബ്രേക്ക് ഇംപ്ലൈസ് ഓപ്പറേറ്റിംഗ് ദ മോട്ടർ എസ് എ ജനറേറ്റർ. ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് മോട്ടറിനെ നമ്മൾ തിരിച്ച് ജനറേറ്ററായിട്ട് ഓപ്പറേറ്റ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡേഞ്ചറസ് മെത്തേഡാണ്. ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത മോട്ടർ നേരെ എന്ത് ചെയ്യുക? തിരിച്ച് ജനറേറ്ററായിട്ട് ഓപ്പറേറ്റ് ചെയ്യുക. ഈ ഒരു മെത്തേഡ് പറയുന്നത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നമുക്ക് എന്ത് ചെയ്യുക? അടുത്ത് നമുക്കറിയാം സീരീസിന് ഷണ്ടിലുള്ള മെത്തേഡാണ്. ഇനി ഓരോ മോട്ടറിനെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഈ ഓരോ മെത്തേഡ് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. നമുക്കിനി ബ്രേക്കിംഗ് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക? ഇലക്ട്രിക് ബ്രേക്കിംഗ് ഫോർ ഷണ്ട് മോട്ടർ നോക്കാം. ഷണ്ട് മോട്ടറിൻ്റെ ഇലക്ട്രിക് ബ്രേക്കിംഗ് എങ്ങനെയൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഏതാണ്? നമ്മൾ റിയോസ്റ്റാറ്റിക് അല്ലെങ്കിൽ ഡൈനാമിക് ബ്രേക്കിംഗ് ആണ് വരുന്നത്. നമ്മൾ നോക്കുന്നത് ഡി സി ഷണ്ട് മോട്ടറിൻ്റെ ബ്രേക്കിംഗ് ഇലക്ട്രിക്കൽ ബ്രേക്കിംഗ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് റിയോസ്റ്റാറ്റിക് അല്ലെങ്കിൽ ഡൈനാമിക് ബ്രേക്കിംഗ് ആണ്. ഇതിൽ പറയുന്നത് എന്താണ്? ആർമേച്ചർ ഓഫ് ദ ഷണ്ട് മോട്ടർ ഈസ് എന്താണ്? ഡിസ്കണക്റ്റഡ് ഫ്രം ദ സപ്ലൈ ആൻഡ് ഈസ് കണക്റ്റഡ് അക്രോസ് എ വേരിയബിൾ റെസിസ്റ്റൻസ് ആർ. ഇവിടെ എന്ത് ചെയ്യുന്ന നമ്മൾ ഷണ്ട് മോട്ടറിൻ്റെ ആർമേച്ചർ എന്ത് ചെയ്യുക? സപ്ലൈയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുക. അതായത് ആർമേച്ചർ ഷണ്ട് മോട്ടർ ഡിസ്കണക്റ്റഡ് ഫ്രം സപ്ലൈയിൽ നിന്ന് എന്ത് ചെയ്യുക? നമ്മൾ ആർമേച്ചറിൻ്റെ ഷണ്ട് മോട്ടറിൻ്റെ ആർമേച്ചർ ഡിസ്കണക്ട് ചെയ്യുക. എന്ത്? കണക്റ്റഡ് അക്രോസ് എ വേരിയബിൾ റെസിസ്റ്റൻസ്. ഒരു വേരിയബിൾ റെസിസ്റ്റൻസിന് അക്രോസ് എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിയോസ്റ്റാറ്റിക് അല്ലെങ്കിൽ ഡൈനാമിക് ബ്രേക്കിങ്ങിൽ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഡി സി ഷണ്ട് മോട്ടറിലാണ് ചെയ്യുന്നത്. ഷണ്ട് മോട്ടർ എന്ത് ചെയ്യുക? ആർമേച്ചർ സപ്ലൈയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുക. ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു വേരിയബിൾ റെസിസ്റ്റൻസിന് അക്രോസ് കണക്ട് ചെയ്യുക. അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഫിഗർ ബിയിലത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഫീൽഡ് വൈൻഡിങ് നമ്മൾ എന്ത് ചെയ്യും? ഫീൽഡ് വൈൻഡിങ്ങിൽ നമ്മളൊരു മാറ്റം വരുത്തുന്നില്ല. ഫീൽഡ് വൈൻഡിങ് ലെഫ്റ്റ് കണക്റ്റഡ് അക്രോസ് ദ സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ. അതായത് ഫീൽഡ് വൈൻഡിങ് അതേപോലെ തന്നെ സപ്ലൈയിൽ കണക്ട് ആയി നിൽക്കും. ഫീൽഡ് വൈൻഡിങ് നമ്മളൊരു ചേഞ്ചും വരുത്തില്ല. ഇവിടെ എന്താണ്? ബ്രേക്കിംഗ് എഫക്റ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ വേരിയിങ് ദ സീരീസ് റെസിസ്റ്റൻസ് ആർ. ഇവിടെ നമ്മൾ ബ്രേക്കിംഗ് എഫക്റ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട് സീരീസ് ആയിട്ട്. ആ റെസിസ്റ്റൻസാണ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ റിയോസ്റ്റാറ്റിക് അല്ലെങ്കിൽ ഡൈനാമിക് ബ്രേക്കിംഗ് ആണ് പറയുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്യുക? ഷണ്ട് മോട്ടറിൻ്റെ ആർമേച്ചർ എന്ത് ചെയ്യുക? സപ്ലൈയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? വേറെ ഒരു വേരിയബിൾ റെസിസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. അറ്റ് എ ടൈം എന്ത് ചെയ്യും? നമ്മളെ ഫീൽഡ് വൈൻഡിങ് എന്ത് ചെയ്യും? അതേപോലെ തന്നെ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതിനൊരു മാറ്റമില്ല. പക്ഷേ അവിടെയുള്ള ആർമേച്ചർ നമ്മൾ നിർത്തിയിട്ട് വേറെ എന്ത് ചെയ്യും? വേറെ റെസിസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ബ്രേക്കിങ്ങിൻ്റെ ഇഫക്റ്റ് കൺട്രോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ വേരി ചെയ്യുന്ന ഈ നമ്മളെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഈ റെസിസ്റ്റൻസാണ് എന്ത് ചെയ്യുക? ഇവിടെ ബ്രേക്കിങ്ങിൻ്റെ എഫക്റ്റ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കാണിച്ചതാണ് നമ്മളെ ഫിഗർ. ഫസ്റ്റ് ഫിഗർ എന്ന സാധാ കണ്ടീഷനിൽ നമ്മളെ ഫീൽഡും ആർമേച്ചറും എന്താണ്? സപ്ലൈക്ക് അക്രോസ് കണക്ട് ചെയ്തതാണ്. സെക്കൻഡ് ഫിഗറിൽ എന്താണ്? നമ്മളെ ഫീൽഡ് അതേപോലെ തന്നെ സപ്ലൈന് അക്രോസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആർമേച്ചർ നമ്മൾ എന്ത് ചെയ്യുക? ഒരു എക്സ്ട്രാ റെസിസ്റ്റൻസിന് അക്രോസ് വേരിയബിൾ റെസിസ്റ്റൻസിന് അക്രോസ് മാറ്റി കണക്ട് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഫിഗറിൽ കാണിച്ചത്. വേറെ ഒന്നും ഇവിടെ ചെയ്യുന്നില്ല. ചേഞ്ചിങ് പറഞ്ഞാൽ ആർമേച്ചറിനെ മാത്രം നമ്മൾ വേറെ ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഫീൽഡ് അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും സപ്ലൈയിലേക്ക് അതേപോലെ വെച്ചിട്ടുണ്ട്. ഫിഗറിൽ കാണാം. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഫിഗർ. ഇത് രണ്ടും എന്താണ്? ഒരേപോലെ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഫിഗറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫീൽഡ് മാത്രമേ നമ്മൾ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തുള്ളൂ. ഇതിനെ ക്രോസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെസിസ്റ്റൻസ് ആയിട്ട് ആർമേച്ചർ റെസിസ്റ്റൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് പറയുന്നത് വെച്ചാൽ ഈ മെത്തേഡിൽ എന്താണ്? നമ്മൾ യൂസസ് ജനറേറ്റർ ആക്ഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് മോട്ടർ ബിങ് ടു റെസ്റ്റ്, മോട്ടറിനെ റെസ്റ്റ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഇവിടെ ജനറേറ്റർ ആക്ഷനാണ് യൂസ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് മേക്സ് യൂസ് ഓഫ്
ജനറേറ്റർ ആക്ഷൻ ഇൻ എ മോട്ടർ ടു ബ്രിങ് ടു ദ റെസ്റ്റ്. മോട്ടർ നമ്മൾ ജനറേറ്ററിൻ്റെ ആക്ഷൻ ആയിട്ടാണ് റെസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. ദ മോട്ടർ വൈൽ ആക്ടിങ് മോട്ടർ ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് കറണ്ട് റെസിസ്റ്റൻസിലേക്ക് കറണ്ടിനെ ഫെഡ് ചെയ്യും. അതായത് മോട്ടർ ഇവിടെ ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, റെസിസ്റ്റൻസിലേക്ക് അത് കറണ്ടിനെ ഫെഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഡിസിപ്പേറ്റിംഗ് ഹീറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് എന്തെങ്കിലും ഐ സ്ക്വയർ ആകുന്നതാണ്. ഇതിലെന്ത് ചെയ്യും, അവിടെ ഹീറ്റിനെ ഡിസിപ്പേറ്റ് ചെയ്യും റെസിസ്റ്റൻസിൽ. അതേപോലെ എന്ത് ചെയ്യും, കറണ്ട് ഐ എ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡൈനാമിക് ബ്രേക്കിംഗ് ഫ്ലോ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇപ്പോൾ ഡൈനാമിക് ബ്രേക്കിംഗ് കൊണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്ത കറണ്ട് എന്ത് ചെയ്യും, ഐ എ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും ഫസ്റ്റത്തിനെക്കാട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുക, അവിടെ കറണ്ട് എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്ത കറണ്ട് ഡൈനാമിക് ബ്രേക്കിംഗ് കാരണം അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഐ എ ആർമേച്ചർ കറണ്ട് എന്തായിരിക്കും, നമ്മളെ മുന്നത്തെ ഇതിനൊക്കെ കറണ്ടിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും. അതുപോലെ നമ്മളൊരു കറണ്ട് ദർബൈ പ്രൊഡ്യൂസിങ് എന്ത് ചെയ്യും, ഒരു കൗണ്ടർ ടോർക്ക് ആണ് എന്ത് ചെയ്യും, മെഷീൻ നമുക്ക് സ്ലോ സാധനമുണ്ട്. ഇവിടെ ഡൈനാമിക് ബ്രേക്കിംഗ് കാരണം നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കറണ്ട് നമ്മൾ ഫസ്റ്റ് ഇതിനെക്കാട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു കൗണ്ടർ ടോർക്ക് ഉണ്ട്. അതെന്ത് ചെയ്യും, അത് കാരണം അവിടെ മോട്ടർ നമ്മളെ റെസ്റ്റ് പൊസിഷനിലേക്ക് അതേ മോട്ടറിനെ നമ്മൾ സ്ലോ ആക്കി കൊണ്ടുപോകും. കാരണം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ റെസ്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരും. മോട്ടറിനെ അതിൻ്റെ റെസ്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ എന്ത് ചെയ്യും, ടോർക്ക് ഡിക്രീസ് ആസ് ദ മോട്ടർ സ്ലോ ഡൗൺ ആൻഡ് ഡിസപ്പറേറ്റ്. ഇവിടെ എന്ത് ചെയ്യും, ടോർക്ക് എന്ത് ചെയ്യും, അതിനനുസരിച്ച് മോട്ടർ സ്ലോ അനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ ടോർക്കും ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് മോട്ടർ സ്പീഡ് കാരണം എന്താ, ആർമേച്ചർ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതിൻ്റെ കാരണം മോട്ടർ സ്ലോ ആകാൻ തുടങ്ങും. മോട്ടർ സ്ലോ ആകുമ്പോൾ തുടങ്ങുന്നത് അടുത്ത ടോർക്കും എല്ലാം കുറഞ്ഞു വരും. അത് മൊത്തം എന്ത് ചെയ്യും, മോട്ടർ സ്റ്റോപ്പ് ആകുമ്പോൾ അടുത്ത ടോർക്കും സൂറായി മാറുന്നതാണ് ഇതിൽ പറയുന്നത്. ഇത് നമ്മളെ ഇപ്പം പറഞ്ഞ അതേ മെത്തേഡ് തന്നെ, റിവേഴ്സായിട്ട് അല്ലെങ്കിൽ ഡൈനാമിക് മെത്തേഡ് തന്നെ. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഫിഗറിൽ എന്ത് കാണാം, ഫസ്റ്റ് ഫിഗർ സാധാ അതുപോലെ തന്നെ നമ്മൾ എന്താ ഡബിൾ ത്രോ സ്വിച്ച് വെച്ചിട്ട് നമ്മൾ സാധാ ഫീൽഡും മോട്ടറും എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫീൽഡ് മോട്ടർ സാധാ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡബിൾ ത്രോ സ്വിച്ച് ഉണ്ട്. സെക്കൻഡ് കേസിൽ എന്തായിരുന്നത്, നമ്മൾ ഡബിൾ ത്രോ സ്വിച്ച് സഡനായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മോട്ടർ അത് സപ്ലൈ ചെയ്ത് ഓപ്പൺ ആകും. പക്ഷേ മോട്ടർ എന്ത് ചെയ്യും, അത് തിരിഞ്ഞുകൊണ്ട് ക്വസ്റ്റൻ എന്ത് ചെയ്യും, മെല്ലെ അതിൻ്റെ അവിടുത്തെ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഫ്രിക്ഷൻ ലോസ് കാരണം എന്ത് ചെയ്യും, മെല്ലെ അത് സ്ലോ ആണ്. ആ കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യുക, മോട്ടറിനെ തിരിച്ച് ഇവിടെയുള്ള എക്സ്റ്റേണൽ റെസിസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്യുക. ഇവിടെ ഒന്നുമില്ല. നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നേരത്തെ ഡൈനാമിക് റിയോസ്റ്റാറ്റിക് കണ്ടീഷൻ തന്നെയാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, അഡീഷണലായിട്ടൊരു സ്വിച്ച് വെച്ചിട്ടുണ്ടാകും, ഡബിൾ ത്രോ സ്വിച്ച് വെച്ചിട്ടുണ്ടാകും. സാധാ കണ്ടീഷനിലാണ് ഫിഗർ എ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, അഡീഷണലായി വെച്ച സ്വിച്ച് പെട്ടെന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്ത് മോട്ടർ സപ്ലൈയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യും. പക്ഷേ അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് എടുക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കുറയും. കാരണം എന്താ, അതിലുള്ള മെക്കാനിക്കലും അല്ലെങ്കിൽ ഫ്രിക്ഷൻ ലോസ് കാരണം അതിൻ്റെ സ്പീഡ് കുറയും. ആ ടൈമിൽ നമ്മൾ അതിന് നേരെ എന്ത് ചെയ്യുക, എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്ത് ഈ റെസിസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്യുക. അങ്ങനെ റെസിസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർമേച്ചർ കറണ്ട് എന്തെങ്കിലും ഇതിൻ്റെ റിവേഴ്സ് ഡയറക്ഷനിലേക്കും. ഈ റിവേഴ്സ് ഡയറക്ഷനിലാകുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഈ പ്രൊഡ്യൂസ് ചെയ്ത റിവേഴ്സായ നമ്മൾ എന്ന് പറഞ്ഞ ആർമേച്ചർ കറണ്ട് റിവേഴ്സായ കറണ്ട് കാരണം അവിടെ ഒരു ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അതുണ്ടാവുക. അത് കാരണം എന്ത് ചെയ്യും, മോട്ടർ മെല്ലെ സ്റ്റോപ്പിലേക്ക് വരും. അപ്പോൾ അങ്ങനെയാണ് റിവേഴ്സായ കാരണം എന്ത് ചെയ്യും, അതിൻ്റെ സ്പീഡ് അവിടെ മെല്ലെ ഡിക്രീസ് ചെയ്തു. സ്പീഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അവിടെ ടോർക്കും കുറയും. ആ ടൈമിൽ എന്ത് ചെയ്യും, നമ്മളെ മോട്ടർ മെല്ലെ സ്ലോ ആയിട്ട് സ്റ്റോപ്പ് കണ്ടീഷനിലേക്ക് എത്തും. അതാണ് നമ്മളെ റിയോസ്റ്റാറ്റിക് അല്ലെങ്കിൽ ഡൈനാമിക് ബ്രേക്കിങ്ങിൽ പറയുന്നത്. ഷണ്ട് മോട്ടറിൻ്റെയാണ് ഇപ്പം പറയുന്നത്. അപ്പോൾ നമ്മൾ ഷണ്ട് മോട്ടറിൻ്റെ അടുത്ത മെത്തേഡ് പറഞ്ഞാൽ പ്ലഗിങ് അല്ലെങ്കിൽ റിവേഴ്സ് കറണ്ട് ബ്രേക്കിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഷണ്ട് മോട്ടറിൻ്റെ ആണ്. രണ്ടാമത്തെ പറഞ്ഞാൽ പ്ലഗിങ് അല്ലെങ്കിൽ റിവേഴ്സ് കറണ്ട് ബ്രേക്കിംഗ് ആണ്. ഈ മെത്തേഡിൽ എന്താണ്, നമ്മൾ ആർമേച്ചറിലുള്ള ടെർമിനൽ റിവേഴ്സായിട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, മോട്ടർ നമ്മളെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ഇത് പ്ലഗിങ് എന്ന് പറഞ്ഞ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മെത്തേഡിൽ നമ്മൾ ആർമേച്ചറിൻ്റെ കണക്ഷൻ ടെർമിനൽ എന്ത് ചെയ്യുക, നമ്മൾ റിവേഴ്സായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളെ മോട്ടർ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൺ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇൻ ദിസ് മെത്തേഡ് കണക്ഷൻ ടു ദ ആർമേച്ചർ ടെർമിനൽ ആർമേച്ചർ ടെർമിനൽ റിവേഴ്സ് ചെയ്ത് സോ ദാറ്റ് ദ മോട്ടർ ടെൻസ് ടു റൺ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ മോട്ടർ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൺ ചെയ്യാൻ തുടങ്ങും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ റിവേഴ്സൽ ഓഫ് ആർമേച്ചർ കണക്ഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അപ്ലൈഡ് വോൾട്ടേജ് വിയും നമ്മൾ ഇ ബി എന്ത് ചെയ്യും, സ്റ്റാർട്ട് ആക്ടിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ അറൗണ്ട് ദ സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ എന്ത് ചെയ്യും, നമ്മളെ ആർമേച്ചർ റിവേഴ്സായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്തായാലും ഈ സർക്യൂട്ടിലുള്ള വോൾട്ടേജും അതുപോലെ ബാക്ക് ഇ എം എഫ് എന്ത് ചെയ്യും, ഒരേ ഡയറക്ഷനിൽ സർക്യൂട്ടുകളെ ആക്ട് ചെയ്യാൻ തുടങ്ങും. ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു എക്സ്റ്റേണൽ ആയിട്ടൊരു വേരിയബിൾ ഒരു റെസിസ്റ്റൻസോടെ കണക്ട് ചെയ്യും. ഇൻ ഓർഡർ ടു ലിമിറ്റ് ദ ആർമേച്ചർ കറണ്ട് ലിമിറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക,
ടു എ റീസണബിൾ വാല്യൂ. നമ്മൾ ആർമേച്ചർ അത്യാവശ്യം നല്ലൊരു വാല്യൂ ആയിരിക്കും. അതിനെന്ത് ചെയ്യുക, റീസണബിൾ വാല്യൂയിലേക്ക് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ഒരു റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുക സർക്യൂട്ടിൽ കണക്ട് ചെയ്യുക. ഇപ്പം വയൽ നമ്മൾ ആർമേച്ചർ റിവേഴ്സ് ചെയ്യുമ്പം ഈ സർക്യൂട്ടിലൊരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. അപ്പോൾ അത്രയാണ് പ്ലഗിങ്ങിനെ പറയുന്നത്. അപ്പോൾ അത്രേ പ്ലഗിങ് ഉദ്ദേശിക്കുന്നുള്ളൂ. പ്ലഗിങ് അറിഞ്ഞ സാധാരണ കണ്ടീഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന മോട്ടറിൻ്റെ ആർമേച്ചറിന് എന്ത് ചെയ്യുക, കണക്ഷനുള്ള ആർമേച്ചർ നമ്മൾ നേരെ ഓപ്പോസിറ്റായിട്ട് കണക്ട് ചെയ്യുക. അങ്ങനെ ഓപ്പോസിറ്റായി കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെയുള്ള വോൾട്ടേജും ബാക്ക് EMF ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യും സർക്യൂട്ടിൽ. അതിന് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു ഈ ആർമേച്ചർ റിവേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ അവിടെ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം എന്തുണ്ട്, മോട്ടറിൻ്റെ ആർമേച്ചറിൻ്റെ കണക്ഷൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സായിട്ട് ഒരു റെസിസ്റ്റൻസുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കണ്ടീഷനിൽ ഇവിടെ പോസിറ്റീവ് ഉള്ളത് എന്ത് നേരെ എടുത്തിട്ട് നെഗറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് നേരത്തുണ്ട് റെസിസ്റ്റൻസ് വഴി പോസിറ്റീവിലേക്കും കണക്ട് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ പ്ലഗിങ്ങിൽ നമ്മൾ വരുത്തിയ ചേഞ്ച്. പ്ലഗിങ് ഗിവ്സ് എ ഗ്രേറ്റ് ബ്രേക്കിംഗ് ടോർക്ക് ദാൻ റിയോസ്റ്റാറ്റിക് ബ്രേക്കിംഗ്. റിയോസ്റ്റാറ്റിക് ബ്രേക്കിങ്ങിനോട് എന്ത് ചെയ്യും, നല്ലൊരു ബ്രേക്കിംഗ് ടോർക്ക് നമുക്ക് പ്ലഗിങ്ങിൽ കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് പ്ലഗിങ് ഗിവ്സ് ഗ്രേറ്റ് ബ്രേക്കിംഗ് ടോർക്ക് എന്ത് ചെയ്യും, റിയോസ്റ്റാറ്റിക് ബ്രേക്കിങ്ങിനെക്കാട്ടും കൂടുതലാണെന്ന് പ്ലഗിങ്ങിൽ പറയുന്നത്. പിന്നെ പറയുന്നത് ഡ്യൂറിങ് പ്ലഗിങ് ടൈമിൽ എന്ത് ചെയ്യും, പവർ ഈസ് ഡ്രോൺ ഫ്രം ദ സപ്ലൈ ആൻഡ് ഈസ് ഡിസിപ്പേറ്റഡ് ബൈ ആർ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഡ്യൂറിങ് പ്ലഗിങ് എന്ത് ചെയ്യും, പവർ ഡ്രോൺ സപ്ലൈ നിന്ന് ഡ്രോൺ ചെയ്യുന്ന പവർ എന്ത് ചെയ്യും, ആൻഡ് ഈസ് ഡിസിപ്പേറ്റഡ് ബൈ ആർ ഇൻ ദ ഫോം ഓഫ് ഹീറ്റായിട്ട് ഡിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇതിൽ നമ്മളെ പ്ലഗിങ്ങിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലഗിങ്ങിൻ്റെ ഒരു ഫിഗറാണ് ഇത്. നമ്മൾ സാധാരണ മോട്ടറിങ് കണ്ടീഷനാണ് ഇവിടെ കാണിച്ചത്. A1 A2 F1 F2 എന്ത് പോസിറ്റീവായിട്ട് കണക്ട് ചെയ്ത് നെഗറ്റീവായി കണക്ട് ചെയ്ത് നമ്മൾ ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട് നേരെ എന്ത് ചെയ്ത് ഇതിൻ്റെ ആർമേച്ചറിൻ്റെ ആവശ്യം നമ്മൾ എന്ത് ചെയ്ത് നേരെ ഓപ്പോസിറ്റായിട്ട് കണക്ട് ചെയ്ത് A2 പോസിറ്റീവും കൊടുത്ത് A1 നെഗറ്റീവും കൊടുത്ത് അത് നേരത്തെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് കണക്ട് ചെയ്ത്. നേരത്തെ A1 പോസിറ്റീവ് ആയപ്പം ഈ ടൈമിൽ A1 നെഗറ്റീവായി നേരെ എന്ത് ചെയ്യും ഓപ്പോസിറ്റ് കണക്ഷൻ ചെയ്ത്. അങ്ങനെ ഓപ്പോസിറ്റ് കണക്ഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു ടോർക്ക് ഓപ്പോസിറ്റ് നമ്മളെന്ത് ചെയ്യും, ഓപ്പോസിറ്റ് കണക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ മോട്ടർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു കണ്ടീഷൻ എന്താണ്, മോട്ടർ നൗ പ്രൊഡ്യൂസ് എ ടോർക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ദാറ്റ് ഓഫ് റൊട്ടേഷൻ ഓപ്പോസിറ്റ് ആയിട്ടൊരു ടോർക്ക് അവിടെ മോട്ടർ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ എന്താ മോട്ടർ സ്പീഡ് ഡിക്രീസ് അണ്ടിൽ ടു ബിക്കം സീറോ. മോട്ടറിൻ്റെ അതിൻ്റെ സ്പീഡ് മെല്ലെ മെല്ലെ കുറഞ്ഞ് സീറോയിലേക്ക് എത്തും. പക്ഷേ എന്ത് ചെയ്യും, അതായത് മോട്ടർ എന്ത് ചെയ്യും, ആക്സിലേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത് ആക്സിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യും, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത് റൊട്ടേറ്റ് ചെയ്യും. ഈ പ്ലഗിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യും, മോട്ടറിനെ കുറഞ്ഞ് സ്പീഡ് കുറഞ്ഞ് സീറോയിലേക്ക് എത്തും. നമ്മൾ റിവേഴ്സ് ചെയ്ത് നേരെ എന്ത് ചെയ്യും, സീറോയിലേക്ക് എത്തും. സീറോയിൽ എത്തിയ ശേഷം എന്ത് ചെയ്യും, അത് അപ്പം തന്നെ എന്ത് ചെയ്യും, ആക്സിലേറ്റർ ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം പ്ലഗിങ് ഈസ് യൂസ്ഡ് ഇൻ ദ ഐദർ എ ക്വിക്ക് റിവേഴ്സൽ അല്ലെങ്കിൽ ഓർ ടു ഗെറ്റ് എ റാപ്പിഡ് സ്റ്റോപ്പ്. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്ലഗിങ് യൂസ് ചെയ്യുക. പ്ലഗിങ് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ടു ഐദർ ക്വിക്ക് റിവേഴ്സൽ അല്ലെങ്കിൽ ടു ഗെറ്റ് എ റാപ്പിഡ് സ്റ്റോപ്പ്. റാപ്പിഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് അല്ലെങ്കിൽ ക്വിക്ക് റിവേഴ്സലിൻ്റെ കണ്ടീഷനാണ് നമ്മൾ പ്ലഗിങ് യൂസ് ചെയ്യുക. കാരണം പ്ലഗിങ് നമ്മൾ സപ്ലൈ ആർമേച്ചർ ഓപ്പോസിറ്റായി കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡയറക്ഷന് അങ്ങനെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും, കറങ്ങാൻ വേണ്ടി അത് മെല്ലെ മെല്ലെ സ്ലോ ആയിട്ട് അതിൻ്റെ സ്പീഡ് സീറോ ആവും. സീറോ ആയ കണ്ടീഷൻ എന്ത് ചെയ്യും, അതിൻ്റെ ആക്സിലറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കറങ്ങിയ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത് കറങ്ങാൻ തുടങ്ങും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ എന്ത് ചെയ്യും, പ്ലഗിങ് യൂസ് ചെയ്യുന്ന ഇത് നമുക്ക് ക്വിക്കായിട്ടുള്ളൊരു റിവേഴ്സൽ അല്ലെങ്കിൽ പെട്ടെന്നുള്ള റാപ്പിഡ് സ്റ്റോപ്പിന് നമ്മൾ ഇത് യൂസ് ചെയ്യുക. നമ്മളെന്ത് ചെയ്യുന്നത്, പ്ലഗിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഷണ്ട് മോട്ടറിലെ പ്ലഗിങ്ങിനെ പറ്റി പറയാനുള്ളത്. പ്ലഗിങ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള റാപ്പിഡ് റിവേഴ്സൽ അല്ലെങ്കിൽ റാപ്പിഡ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ക്വിക്ക് റിവേഴ്സലിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലഗിങ് യൂസ് ചെയ്യുന്ന. കാരണം പ്ലഗിങ് റിവേഴ്സ് നമ്മൾ ആർമേച്ചർ റിവേഴ്സ് ചെയ്ത് നേരം എന്ത് ചെയ്യും, അത് സ്പീഡ് സ്ലോ ആയിട്ട് സീറോയിലേക്ക് എത്തും. സീറോയിൽ എത്തിയ ടൈമിൽ തന്നെ അത് റിവേഴ്സ് അടിച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സ്പീഡിൽ അത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ക്വിക്ക് സ്റ്റോപ്പ് അല്ലെങ്കിൽ ക്വിക്ക് റിവേഴ്സൽ അല്ലെങ്കിൽ റാപ്പിഡ് സ്റ്റോപ്പിലെ കണ്ടീഷനാണ് നമ്മൾ പ്ലഗിങ് യൂസ് ചെയ്യുന്നത്.